അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേക്ക് ബിരിയാണി ഉണ്ടാക്കാനും ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനും ഒക്കെ തീരുമാനിച്ചതും കുറച്ച് വൈകിയാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ചോറും മീൻകറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് ഒരു സ്വൈര്യം തരുന്നില്ല, എന്തേലും എന്തോ ഉമ്മച്ചിയെ പിണങ്ങിയിരിക്കുക. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കേക്കോ ബിരിയാണി വെക്കാനോ ഒന്നിനും ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടത് നമ്മൾ അറിയാമല്ലോ, എല്ലാവർക്കും ഇപ്പോൾ സിറ്റുവേഷനൊക്കെ അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷിക്ക് കഴിഞ്ഞ ദിവസം ചിക്കൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയ്ക്ക് പോയപ്പോൾ ചിക്കൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്തായ കാരണം ഉമ്മാക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ അവർ മാമീനെ വിളിക്കുക, ചാച്ചി മാമി എന്നൊക്കെ വിളിക്കുക. പിന്നെ അവർക്ക് നമ്മളെന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും അങ്ങോട്ട് ഒപ്പിച്ചു. ഇത്തിരി വൈകിട്ടാണെങ്കിലും എല്ലാം അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പിൻ്റെ അരിയൊക്കെ ഇവിടെ ഇരിക്കുന്നു, നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇവിടെ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുഞ്ഞാത്താടെ പോയപ്പോൾ കുട്ടികൾക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ അവൾക്ക് കിട്ടിയപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കേണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പായസവും വെച്ചു കേട്ടോ. അപ്പം ഇനി ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കുറേ നാളായി ഇപ്പോൾ ഇരിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ കൂടെ അതും അങ്ങോട്ട് കഴിയില്ലോ വിചാരിച്ചിട്ട് ഒരു പായസം വെച്ചു, ഒരു ബിരിയാണിയും വെച്ചു, ചിക്കൻ ബിരിയാണിയും വെച്ചു, പിന്നെ ചെറിയൊരു കേക്കും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. തുടങ്ങിയത് തന്നെ ഞാനൊരു 2 മണി 3 മണി ആകുമ്പോഴാട്ടോ പണി തുടങ്ങിയത്. ഒരു 4:30 5 മണിയോട് കൂടിയിട്ട് തന്നെ എൻ്റെ പണികളെല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഉമ്മാനെ വിളിച്ചു, ഉമ്മ വായോ ഇവിടെ അടുത്തല്ലേ, ഞാൻ ഉമ്മച്ചീനെ വണ്ടിയുമ്മ പറഞ്ഞേക്കുക, അതുമ്മ വന്നിട്ട് ഉമ്മ കേക്ക് മുറിച്ചിട്ട് അപ്പം തന്നെ പോയിക്കോ, എന്തമ്മ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഒരു സ്വൈര്യം കൊടുക്കണില്ല കേട്ടോ വിളിച്ചിട്ട്. അങ്ങനെ വിളിച്ചിട്ട് ഉമ്മാക്ക് ഒരു സ്വൈര്യം കൊടുക്കാത്ത കാരണം ഞാൻ വണ്ടിയായിട്ട് ഉമ്മാനെ വിളിക്കാൻ പോയി. അപ്പോൾ ഉമ്മ വന്നു കേട്ടോ. ഉമ്മ വന്നിട്ട് ഉമ്മാക്ക് ഇങ്ങനെയുള്ള ബർത്ത്ഡേ ആഘോഷിക്കുക അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അത് കാരണം തന്നെ ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. പിന്നെ കുഞ്ഞു അത്രയും പറഞ്ഞ കാരണമാണ് ഉമ്മ വന്നത്. ഞാൻ വന്നില്ലെങ്കിൽ അവന് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതാ കേക്ക് ചെറിയൊരു കേക്കാട്ടോ, ഒരു 1/2 കിലോൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും അവൻ തന്നെ കേട്ടോ പോയി വാങ്ങിച്ചതൊക്കെ. പിന്നെ അതാ കുറച്ച് മിഠായി, വളരെ ലളിതമായൊരു ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ എന്തായാലും കുറേ പേര് കുഞ്ഞുവിന് വേണ്ടിയിട്ട് വിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുക. പിന്നെ അവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വർഷമായിട്ട് ബർത്ത്ഡേക്കൊന്നും റഷീക്ക നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉപ്പ ഉള്ളപ്പോൾ ഇനി ആ ചുട്ടൻ്റെ ഇഷ്ടമുള്ളൊന്നും ഇനി വരുന്ന ബർത്ത്ഡേക്കൊന്നും റഷീക്ക ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാം, എങ്ങനെയെങ്കിലും സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപ്പാക്കും സ്വൈര്യം കൊടുക്കണ്ടായിരുന്നില്ല, എനിക്കും സ്വൈര്യം കൊടുക്കണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചതാണ്. അപ്പോൾ റഷീക്ക പോയോന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റഷീക്ക പോയിട്ടൊന്നുമില്ല, റഷീക്ക വീഡിയോയ്ക്കൊന്നും വരാതെയാണ്. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് പണിക്ക് പോവും, കോഴിക്കടയ്ക്കൊക്കെ പോവും, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ ഞാനും അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പങ്കു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ കേക്കൊക്കെ മുറിച്ച് കുട്ടികളെല്ലാവരും കേക്ക് മുറിച്ച് കുറേ നേരമായി കേക്ക് ഫ്രിഡ്ജിൽ കണ്ടിട്ട് അച്ചുട്ടൻ വന്ന് തുറന്ന് നോക്കും, പിന്നെ അടയ്ക്കും, പിന്നെ അടുത്ത ആൾ വന്ന് തുറക്കും, പിന്നെയും നോക്കും. അങ്ങനെ എല്ലാവരും കാട് പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കേക്ക് അവിടെ ഉണ്ടോ എന്ന്. പിള്ളേർക്ക് കേക്ക് മിഠായി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ അടുത്തുനിന്ന് പോലെ പൂച്ച ഫ്രിഡ്ജിൽ മീൻ വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ അതിൻ്റെ ചുറ്റോറും നടക്കുന്നത്, അതേപോലെ കേട്ടോ പിള്ളേർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ പിന്നെ കേക്ക് അപ്പം ആച്ചൂട്ട എന്തൊക്കെയാണ് ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നിൻ്റെ ബോക്സിലൊക്കെ ആക്കിയിട്ടാട്ടോ. പേനയാണ്, അത് മരുന്നിൻ്റെ ബോക്സിലാക്കിയേക്കണം. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മാനെ കൊണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ സമയമായി, നിസ്കാരത്തിൻ്റെ ഒക്കെ സമയമായില്ലേ. അപ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് വേറെ എവിടേക്കും പോവില്ല കേട്ടോ. വേറെ ഒരാളുടെ വീട്ടിൽ, ഏത് മക്കളുടെ വീട്ടിലാണെങ്കിലും ഉമ്മ പോയി നിൽക്കില്ല. ഉമ്മക്ക് അവിടെ ഉമ്മ തറവാട്ടിൽ മാത്രമേ നിൽക്കുള്ളൂ. ഉമ്മക്ക് അവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അത് കാരണം എവിടെ നിൽക്കില്ല കേട്ടോ. ഉമ്മക്ക് ആ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരമാണ്, ആരുടെയും വീട്ടിലാണെങ്കിൽ കുടിയിലേക്ക് എത്താണ്ട്. അപ്പോൾ ഉമ്മാനെ അവിടെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ ഉമ്മാക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്തിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരമാവും. പിന്നെ അതുമല്ല മഴ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് മഴ ഇങ്ങനെ പെയ്യാണ്. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ പെയ്യില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുമ്പോൾ കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ.
അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ചോറും എന്താ പായസമൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം, നിങ്ങൾ പൊയ്ക്കോ പറഞ്ഞിട്ട് ഉമ്മാനെ അങ്ങോട്ട് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായാലും വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ല, നിൽക്കാൻ ഇഷ്ടമില്ലാണ്ടല്ല, അവർക്ക് അവിടെ നിൽക്കണം. ആ സമയമായി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറെ എവിടെ പോയാലും അവർക്ക് ആ കരിപ്പ് നേരമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തണം. അങ്ങനെയാണ് അവരുടെ ഒരു ശീലം. അപ്പോൾ പിന്നെ നമുക്കതറിയാം, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഉമ്മാനോട് കൊണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പിറന്നാൾ ആഘോഷം അങ്ങോട്ട് തകർത്തു എന്ന് പറയാം. അപ്പൊ മക്കളെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വയ്യാണ്ടായി, ആഘോഷിച്ചിട്ട് ക്ഷീണിച്ചു. പിന്നെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മള് ചോറൊക്കെ കഴിച്ചു, കേക്കൊക്കെ മുറിച്ചു, എല്ലാരും വീഡിയോ കണ്ടില്ലേ. അപ്പൊ ഉള്ളതുപോലെ നമ്മള് കുറച്ചീശൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചു കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ കയറ്റിപ്പിടിക്കലായി, വിഷമായി, ആകെ സങ്കടമായി. ഇനിയിപ്പോ എങ്ങാനും ഈ ഷമോളുടെ ആ ചുട്ടിന്റെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുവെച്ചെങ്കിൽ ഇവന്റെ കഴിച്ചില്ലല്ലോ, ഇവന് വിഷമാക്കിയില്ലേ, അങ്ങനെ നമുക്കൊരു ചിന്ത തോന്നും. അപ്പൊ ഇപ്പൊ അവനറിയാം കാര്യങ്ങളൊക്കെ, അവനറിയാം നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാം. അപ്പൊ എന്നാലും ഉള്ള പോലെ അവന്റെ ബർത്ത്ഡേ ഒരു നല്ല രീതിയിൽ അല്ലെ, ചെറുതായിട്ടൊരു നല്ല രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചു കൂട്ടാം. അപ്പൊ ചെറിയൊരു കേക്ക് മേടിച്ചു, 1 കിലോന്റെ കേക്ക് മേടിച്ചല്ലോ കേട്ടോ. ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു, അത് മുറിച്ചു. പിന്നെ ഒരു ബിരിയാണി വെച്ചു. പിന്നെ റഷ്യക്ക് കോഴിക്കടയിലേക്ക് പോണ കാരണം അവിടുന്ന് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചിക്കൻ ബിരിയാണി വെച്ചു. പിന്നെ അവൻ പോയിട്ട് ഉമ്മമാനൊക്കെ പോയി വിളിച്ചോടുന്നു. നമ്മുടെ വീട് ഇവിടെ അടുത്താണല്ലോ. അപ്പൊ ഉമ്മമ്മ വരുന്നില്ല പറഞ്ഞത്, ഉമ്മമാനൊക്കെ പോയി വിളിച്ചോടുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. ഇതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഓരോ വയസ്സ് നമ്മുടെ കുറയാണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ ഒരു കുട്ടികളുടെ ഒരു സന്തോഷം, അത്രേ നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങള്. അപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും ഒക്കെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.